ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു തീരുമാനമായത് അല്ലേ? എനിക്കും പഠിക്കണം ഇംഗ്ലീഷ് ഗ്രാമർ. ബെസ്റ്റ് ഡിസിഷൻ, ഏറ്റവും നല്ലൊരു തീരുമാനം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നൗൺസ്. നൗൺ അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ നാമം, അല്ലെ പേര് എന്ന് പറയുന്നത്. നിങ്ങൾ തീരെ കുഞ്ഞായിരിക്കുമ്പം സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്നാ ചെയ്യുന്നത്? പേര് വിളിക്കുക അല്ലേ? ഓരോരുത്തരുടെ പേരാണ് ആദ്യം വിളിക്കുന്നത്. ബേബി, അല്ലെങ്കിൽ അമ്മ, മാമ, പ, അച്ഛൻ, ഇതൊക്കെ പേരുകളാണ്. ഈ പേരുകളെല്ലാം ഇംഗ്ലീഷിൽ പറയുന്നതാണ് നൗൺ. NOUN. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, NOUN എന്ന് പറയാൻ നാമം, അതായത് പേരെന്ന് അർത്ഥമുള്ളൂ. അപ്പം നമ്മൾ പറയല്ലേ മരം, ചപ്പാത്തി അല്ലേ, മുട്ട, പാല്, പിന്നെ പൊറോട്ട, ഇതൊക്കെയാണ് പേരാണ്. ഈ പേരിനെല്ലാം നമ്മൾ നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭാഷ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അക്ഷരമാലയല്ല, അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഒരു ഭാഷയുടെ പഠനം തുടങ്ങുന്നത് എപ്പോഴും പേര് വിളിച്ചുകൊണ്ടാണ്. ശരിയല്ലേ? പേര് ആദ്യമേ നമ്മുടെ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ എന്നാ ചെയ്യുന്നത്? നമ്മുടെ പേര് വിളിക്കും. ശരിയല്ലേ? ഓരോരുത്തരുടെ പേരാണ്, പ്രസൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന പേര്. ആ പേരിനാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിവിടെ കുറേ നാമങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്കൈ, ഷർട്ട്, ഇതൊക്കെ എല്ലാം നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. ട്രീ എന്ന് വെച്ചാൽ മരം, ബേബി, ബിൽഡിംഗ്, കെട്ടിടം, വലിയ കെട്ടിടങ്ങൾ, ബിൽഡിംഗ്, റോഡ്, ഇതൊക്കെ നമ്മൾ മലയാളത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എളുപ്പമുണ്ട് ഓർത്തിരിക്കാൻ. സ്പെല്ലിങ് മാത്രം പ്രത്യേകം പഠിക്കണം. ROAD, റോഡ്. സ്പെല്ലിങ് പഠിക്കാൻ വളരെ എളുപ്പമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് എടുത്തിട്ട് പല പ്രാവശ്യം നമ്മൾ ഉരുവിട്ടാൽ മതി, റിപ്പീറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ സ്പെല്ലിങ് പഠിക്കും. SKY, സ്കൈ, SHIRT, ഷർട്ട്, TRW, ട്രീ, BABY, ബേബി, ROAD, റോഡ്. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പം അതായില്ലേ? ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ, ആദ്യത്തെ നമ്മൾ പറയില്ലേ ഒരു തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരം വാക്കുകളാണ് ഒരു ഭാഷ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി വാക്കുകളാണ് ക്രിയകൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് വെർബ്. VERB, വെർബ്. വെർബ് ഇങ്ങനെ പറയരുത്, വെർബ് എന്നും പറയരുത്, വെർബ് ഇങ്ങനെ. അപ്പം വെർബ് അങ്ങനെ പറയരുത്. അതുപോലെ വെർബ് എന്നും പറയരുത്, വെർബ്. അത് നൗൺ, മനസ്സിലായില്ലേ? നൗൺ, പേരുകൾ, വെർബ്. അപ്പം ഈ വെർബ് എന്താണ്? അല്ലെ ക്രിയ. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകളാണ് ക്രിയ. പ്രവൃത്തി, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യരുത്. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു, അതൊരു ക്രിയയാണ്. എഴുതുന്നു, അതൊരു ക്രിയയാണ്. ഓടുന്നു, ക്രിയ. ക്രിയ എന്നൊരു പ്രവൃത്തിയല്ലേ? ചാടുന്നു, ഒരു പ്രവൃത്തി. ഇപ്പം പ്രവൃത്തികളെ പറ്റി പറയുന്നതാണ് ക്രിയ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറയുക, അത് ക്രിയയാണ്. ഇപ്പം ചാടുക, നമ്മൾ ഞാൻ ചാടി, ചാടുക, അതാണ്. ഓടുക, അപ്പോൾ അതൊരു പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എഴുതുക, അതൊരു പ്രവൃത്തിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ എന്നെ ചെയ്യുന്നതല്ലേ. ഓടുക, ചാടുക, പിന്നെ തിന്നുക, ഭക്ഷിക്കുക, അതൊക്കെ തിന്നുക അല്ലെങ്കിൽ ഭക്ഷിക്കുക അല്ലേ? പിന്നെ നമുക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതല്ല. സ്വിച്ച് ഇടുക, ജോലി ചെയ്യുക, വർക്ക്.
അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന വർക്ക്. അപ്പോൾ അത് അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അതിനെ ക്രിയകൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കണം. കാരണം എന്നാന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഭാവിയിൽ പഠിക്കാൻ പോകുന്നത്, പഠിക്കുക ഉണ്ടോ. അതൊരു വെർബ്. അപ്പോൾ നമ്മൾ പറയല്ലേ വർക്ക്, റൺ. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, റൺ ഓടുക, പ്ലേ കളിക്കുക, ഗോ പോവുക, ലിവ് ജീവിക്കുക, വാക്ക് നടക്കുക, WALK walk, LIVE live, GO go, PLAY play, RUN run, WORK work. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഓരോ പ്രവൃത്തി. പേരിനെ നമ്മൾ വിളിക്കുന്ന നാമം, പ്രവൃത്തികളെ വിളിക്കുന്നതാണ് വേർബ്. ഇനി വേറൊരു തരം വാക്കുകളുണ്ട്, അതാണ് അഡ്ജക്റ്റീവ്സ്. രണ്ടാമത് വിളിക്കുന്നത് അഡ്ജക്റ്റീവ്, ADJECTIVE. ഞാൻ എഴുതിയിരിക്കുന്ന ക്ലിയർ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇനിയും പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് ഒരു വലിയൊരു പൊക്കത്ത് ഉള്ളൊരു മരം കണ്ടു. ഇപ്പം ട്രീ എന്നുള്ളത് പേരാണ്. ആ ട്രീ എങ്ങനെയുള്ളതാണെന്ന് പറയുന്ന നമ്മൾ ഉയരം കൂടിയ ഉയരമുള്ള ട്രീ. ഇപ്പം ടോൾ ട്രീ. ഇപ്പം ടോൾ എന്ന് പറയുന്നത് ഈ ട്രീ എന്ന വാക്കിന്, ആ നാമത്തിനെ വിശേഷിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയുള്ള മരമാണ്? വളരെ പൊക്കമുള്ള ഒരു മരമാണ്. ഒരു ബോയ്, കുട്ടി, അതൊരു പേരാ, ഗുഡ് ബോയ് എന്തോ. അപ്പം നമ്മളെന്നെ ചെയ്യുന്നത്, ആ നാമത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഗേൾ, സ്മാർട്ട് ഗേൾ. സ്മാർട്ട്, വേഗത്തിൽ നടക്കുന്നു, കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നു, എന്നാണ് സ്മാർട്ട് ഗേൾ. അപ്പോൾ ആ ഗേളിനെ വിശേഷിപ്പിക്കുകയാണ്. നമ്മൾ കെട്ടിടം കണ്ടു, ബിൽഡിംഗ്, വലിയ ഒരു കെട്ടിടം, ബിഗ് ബിൽഡിംഗ് അല്ലേ. അങ്ങനെ ആ ബിഗ് എന്നുള്ളതാണ്, ആ ബിഗ് എന്നുള്ള വാക്കാണ് വിശേഷണം, അല്ലെങ്കിൽ നാമത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്, ബിഗ് ബിൽഡിംഗ്. ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു കൊച്ചു കുട്ടിയെ കണ്ടത്, സ്മോൾ ബേബി. കരയുന്ന വച്ചാണ് പറയും ക്രൈയിങ് ബേബി. ചിരിക്കുന്ന വച്ചാണ് പറയും സ്മൈലിംഗ് ബേബി, മന്ദസ്മിതം അല്ലേ? ശരിയല്ലേ? അപ്പം അതുപോലെ നാമങ്ങളെ അതിനൊന്നുകൂടെ ഒന്ന് വിശേഷിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയാതെ അത് എങ്ങനെയുള്ള ഒരു നാമമാണ്, എങ്ങനെയുള്ള പേരാണ്. അച്ഛൻ പേരാ, നല്ല അച്ഛൻ അല്ലേ? നല്ല ഗുഡ് 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 ഫാദർ അല്ലേ? അമ്മ, ലവിങ് മദർ, ഒത്തിരി സ്നേഹമുള്ള അമ്മ. അമ്മയെ അത് വിശേഷിപ്പിക്കുക. അങ്ങനെ നാമങ്ങളെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്കാണ് ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. അഡ്ജക്റ്റീവ്സ്, ADJECTIVE. അടുത്തത് ക്രിയകളെ വിശേഷിപ്പിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞത് പ്രവൃത്തി, എങ്ങനെയുള്ള പ്രവൃത്തിയാണ്. റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടി, റൺ ഫാസ്റ്റ് അല്ലേ? നടക്കുന്നു, പയ്യെ നടക്കുന്നു, വാക്ക് സ്ലോലി, SLOWLY. അപ്പം ആ നടപ്പ് എങ്ങനെയാണെന്ന് പറയുകയാണ്. പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് പറയുന്നതിന് അങ്ങനത്തെ വാക്കുകളെ നമ്മൾ അഡ്വർബ് എന്ന് പറയും. അഡ്വർബ്, ADVERB, അഡ്വർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളെ പറ്റി പറയുകയാണ്. പ്രവൃത്തികൾ എങ്ങനെയാണ്? നടക്കുന്നത് വേഗത്തിൽ നടക്കത്തില്ല, ഫാസ്റ്റ്, വാക്കിംഗ് ഫാസ്റ്റ്.
പാസഞ്ചർ, ഫാസ്റ്റ് പാസഞ്ചർ, ഫാസ്റ്റ് പാസഞ്ചർ. ഓർഡിനറി എന്നൊക്കെ പറഞ്ഞു. ഓർഡിനറി ബസ്, ആ ഓർഡിനറി എന്നുള്ളത് അഡ്ജക്റ്റീവ്. അതുപോലെ തന്നെ നോക്കി നമുക്കറിയല്ലേ, ലിവ് ഹാപ്പിലി, ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലിവ് ഹാപ്പിലി, എങ്ങനെയാണ് ജീവിക്കുന്നത്? സന്തോഷത്തോടെ ജീവിക്കുന്നു, എപ്പോഴും ചിരിച്ച് സന്തോഷമായി അല്ലേ. പ്ലേ വെൽ, വെൽ നന്നായി, പ്ലേ വെൽ നന്നായി കളിക്കുന്നു, മനസ്സിലായില്ലേ. ഇപ്പം വേഗത്തിൽ പോകുന്നു, ഗോ ക്വിക്ക്ലി, QUICKLY, ഗോ ക്വിക്ക്ലി. അപ്പം എങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്രിയാവിശേഷണങ്ങൾ. ക്രിയയെ വിശേഷിപ്പിക്കുക, ക്രിയയെ പറ്റി പറയുക, ആ പ്രവൃത്തി എങ്ങനെയുള്ളതാണ്, അങ്ങനെയുള്ള വാക്കുകളാണ് അഡ്വേർബ്സ്. നമ്മൾ ഇന്നിവിടെ നിർത്തുക, ബാക്കി കുറേ കൂടെ ഉണ്ട്, നമ്മൾ നാളെ നോക്കാം. പ്രിപ്പോസിഷനുണ്ട്, ദെൻ പാർട്ടിസിപ്പിളുണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സെൻറ്റൻസ് എന്താണ്, ഫ്രേസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയിലേക്ക് കിടക്കാം. മനസ്സിലായോ? ലോകത്തിലുള്ള ആകെ ജനസംഖ്യയിലെ 20% ആളുകൾ സംസാരിക്കുന്ന ലോകത്തെല്ലായിടത്തും എന്ന് വേണം പറയാം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നമ്മൾ വർഷാരംഭത്തിൽ ഈ കോഴ്സ് തുടങ്ങുന്നതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. 10ാം ക്ലാസ് പരീക്ഷ, +1 പരീക്ഷ, +2 ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ട് അവരുടെ ഇംഗ്ലീഷ് പരീക്ഷയെ സമീപിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് ഈ ക്ലാസ്സുകൾ ഇന്ന് മുതൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വളരെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നാമം, നൗൺ എന്താണ്, പേരുകൾ. വേറെ പേര് മനുഷ്യരുടെയൊക്കെ പേരില്ലേ, മനുഷ്യരുടെ പേര്, അതും എല്ലാ നാമങ്ങളാണ്. ഇന്ത്യ, അമേരിക്ക, ചൈന, ടോം, പ്രസാദ്, ഫസൽ അലി, എൻ്റെ ഒരു ഫ്രണ്ടാണ്. പേര് അതൊക്കെ പേരുകൾ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നൗൺസ്. ഈ നൗൺസിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്. ഗുഡ് ബോയ്, ബാഡ് വെതർ, മോശം കാലാവസ്ഥ, വെതർ, WEATHER, വെതർ. ഗുഡ് ബോയ്, ക്ലവർ ഗേൾ, ഓൾഡ് മാൻ, ഓൾഡ്. മനസ്സിലായി? പിന്നെ മൂന്നാമതാണ് നമ്മളിന്ന് കണ്ട വെർബ്, പ്രവൃത്തികളെ പറ്റി പറയുക. ഓടുക, ചാടുക, നീന്തുക, കയറുക, ക്ലൈംബ്, CLIMB, ക്ലൈംബ്. ആ പ്രവൃത്തികളെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്വർബ്. സാവധാനം പോയി, ഗോ സ്ലോലി. വേഗത്തിൽ പോയി, ഗോ ക്വിക്ക്ലി. നന്നായി കളിച്ചു, പ്ലേ വെൽ. വളരെ നന്നായി ജോലി ചെയ്തു, പണിയെടുത്തു, വർക്ക് ഹാർഡ്, HARD. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള കുറേ വാക്കുകളെ നിങ്ങൾ പത്രം വായിക്കുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ ഒക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളെ ഒരു ഗ്രൂപ്പായിട്ടിടുക. നൗൺ, കുറേ നൗൺസ്, ഏത് ലെസൺ എടുത്താലും അതിനകത്ത് കുറേ നൗൺസ് കാണും, അത് കണ്ടുപിടിക്കുക, അത് ഒന്നിച്ചെഴുതുക. വെർബ്, അത് ഒന്നിച്ചെഴുതുക. അഡ്വേർബ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ കണ്ടുപിടിക്കുക, ഒന്നിച്ചെഴുതുക, ഗ്രൂപ്പാക്കുക. അഡ്ജക്റ്റീവ് ഗ്രൂപ്പാക്കുക. എന്നിട്ട് അതിങ്ങനെ സ്പെല്ലിങ് പഠിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം ബാക്കി കാണാം.
ഇനിയും കാണുന്നിടം വരെ ബൈ. ശ്രദ്ധിക്കണം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ എക്സർസൈസ്, അതൊക്കെ അഭ്യാസം എന്നാണ് പറയുന്നത്. എക്സർസൈസിന് അഭ്യാസം. ഇന്നത്തെ നമ്മുടെ അഭ്യാസം ഇതാണ്. നിങ്ങളുടെ ആദ്യത്തെ ലെസൺ എടുക്കുക, അതിനകത്ത് നൗൺ കണ്ടുപിടിക്കുക, വെർബ് കണ്ടുപിടിക്കുക, അഡ്വർബ് കണ്ടുപിടിക്കുക, അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതൊന്നിച്ച് എഴുതുക. ഓക്കെ, ബൈ.